കേരളത്തിലെ ഒരു മലമുകളിൽ ഒരു കഥ ഇന്നും ജീവനോടെ കിടക്കുന്നുണ്ട്. ധൈര്യത്തിന്റെയും ത്യാഗത്തിന്റെയും കഥ, ജടായുവിന്റെ കഥ. രാമായണ കഥ ഇന്നും അവശേഷിക്കുന്ന ജടായു പാറയിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. മെയിൻ ഗേറ്റിന് മുമ്പിൽ വണ്ടി നിർത്തി 10 രൂപയുടെ ഒരു പാസ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് താഴോട്ട് പോകാൻ പറ്റൂ. ഇതാണ് ആ പാസ്. ഇവിടെ നിന്ന് താഴോട്ട് വരുമ്പോൾ വലത് സൈഡിലായിട്ട് നമുക്ക് ജടായു എർത്ത് സെന്ററിന്റെ ടിക്കറ്റ് കൗണ്ടർ കാണാൻ സാധിക്കും. അത്യാവശ്യം ഒരുപാട് വണ്ടികൾ വന്നിട്ടുണ്ട്. വന്ന വണ്ടിക്കൊക്കെ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വിശാലമായിട്ടുള്ള ഗ്രൗണ്ട് നമുക്ക് കാണാൻ സാധിക്കും. കേബിൾ കാറിൽ കയറി യാത്ര ചെയ്യാൻ വേണ്ടി ആളൊന്നിന് 555 രൂപയും വാഗ്വേയിലൂടെ പോകാൻ 325 രൂപയാണ് ചാർജ് ആക്കുന്നത്. ലഗേജ് കാര്യങ്ങളൊന്നും കൊണ്ട് മേളിലോട്ട് പോകണ്ട. അതെല്ലാം ഇവിടെ ക്ലോക്ക് റൂമിൽ കൊടുത്തിട്ട് ടോക്കൺ വാങ്ങിച്ചിട്ട് വേണം മേളിലോട്ട് പോകാൻ കേട്ടോ. അത് കേബിൾ കാറിനും ഇത് നടക്കാനും കേട്ടോ. 1ഉം 2ഉം പടിയല്ല, 826 എന്തോ പടിയുണ്ട്. അതുകൊണ്ട് മടിച്ചു നിൽക്കാതെ കടന്നു വരൂ. നമ്മളെ മാറി ചിന്തിക്കണം. എല്ലാവരും കേബിൾ കാറിൽ കയറുമ്പോൾ നമുക്ക് നടന്നു പോവാം. നമ്മളിപ്പോൾ അവിടെ ഒരു ചേർന്നക്കട്ടെ, ഈ ഇതിൻ്റെ സെക്യൂരിറ്റിയാണ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞത് തിരിച്ചിങ്ങോട്ട് കേബിൾ കാറിൽ വരാൻ പറ്റും ടിക്കറ്റ് കിട്ടുകയാണെങ്കിൽ. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ നടന്ന് മേളിൽ പോയിട്ട് തിരിച്ച് ടിക്കറ്റ് എടുത്ത് കേബിൾ കാറിൽ വരാൻ പറ്റും. ടിക്കറ്റ് അവൈലബിൾ ആണെങ്കിൽ മാത്രം. ഇവിടെ ഒരു കുഞ്ഞു കുളമുണ്ട് കേട്ടോ. പാറയെന്ന് പറഞ്ഞ വെള്ളമാണ്. അതിനകത്ത് ഇവിടെ ഇങ്ങനെ കെട്ടി നിർത്തിയിട്ട് സൈഡിൽ കൂടെ ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. അടിപൊളിയായിട്ടുള്ള റീൽസ് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ സ്പോട്ടാണ് കേട്ടോ ഈ നാടെന്ന് പറഞ്ഞ വഴി. ഒരു കേബിൾ കാറിൽ പോവാതെ ഇതിൽ വന്നിട്ട് മേളിൽ ചെന്നിട്ട് തിരിച്ച് കേബിൾ കാറിൽ ഇറങ്ങി വന്ന് എനിക്ക് നല്ലതെന്ന് തോന്നും. പക്ഷേ ടിക്കറ്റ് കിട്ടുമോ ഇല്ലോ എന്നുള്ളത് നോക്കണം. നല്ല തിരക്കുണ്ടായിരുന്നു നമ്മൾ കയറി വന്നപ്പോൾ. അതുകൊണ്ട് തന്നെ ടിക്കറ്റ് കിട്ടുമോ ഇല്ല എന്നുള്ളത് ഒരു എന്തോന്നാണ്, മറ്റേ ലക്കി ഡ്രോ പോലെയൊക്കെയാണ്. നോക്കാം. ഏതാണ്ട് 3 വർഷത്തോളം കാലം നീണ്ടു നിന്ന ഒരു പണിയാണ് നമ്മൾ ഈ ആസ്വദിച്ച് കയറി പോകുന്ന പടിക്കെട്ട്. വെറും മണ്ണും കല്ലും മാത്രം ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഒരുപാട് തവണ ചടയമംഗലം വഴി പാസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് തവണ ഈ ശില്പത്തിൻ്റെ പണി ഇവിടെ തുടങ്ങിയ ടൈം തൊട്ട് ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ ഇതിലെ പാസ് ചെയ്തിട്ടുണ്ട്. ചടയമംഗലത്തല്ലാതെ വന്നിട്ടുണ്ട്, ജോലിക്ക് വേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും ഇവിടെ കയറി കണ്ടിട്ടില്ല കേട്ടോ. പിന്നെ ഇങ്ങനത്തെ സ്റ്റെപ്പൊക്കെ കയറി വരുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാത്തിൻ്റെ ഇടയിൽ പാമ്പൊക്കെ കാണും. പ്രത്യേകിച്ച് മഴ സമയം കൂടെയാണ്. വർക്കിംഗ് അല്ലാത്ത ഒരു സിപ്പ് ലൈനിന്റെ കാഴ്ചയാണ് ഈ കാണുന്നത്. ഒരുപാട് നീളം ഉണ്ടെങ്കിലും ഇത് വർക്കിംഗ് അല്ല. എന്താണെന്ന് കാര്യമൊന്നും അറിഞ്ഞുകൂടാ. പക്ഷെ നടന്നു കയറി വരുമ്പോൾ നമുക്ക് ഇതുപോലെ കേബിൾ കാറുകൾ മേളിലേക്കും താഴേക്കും പോകുന്നത് കാണാൻ പറ്റും. നമ്മളിതിലെ നടന്നു വരാൻ തുടങ്ങിയിട്ട് ആകപ്പാടെ കണ്ടത് 4 പേര്. അതായത് 2 കപ്പിൾസ് മാത്രമേ ഇങ്ങനെ നടന്നു പോകണത് കണ്ടുള്ളൂ. അപ്പം നമ്മളും കുട്ടിയെ 3 കപ്പിൾസ്. ചടയമംഗലം ബസ് സ്റ്റോപ്പിൽ വന്നാലും ബസ് സ്റ്റാൻഡിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഇങ്ങോട്ട് വരാൻ പറ്റും. ഓട്ടോറിക്ഷയൊക്കെ വിളിച്ച് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ജടായു എർത്ത് സെൻറ്ററിലോട്ട് വരാൻ പറ്റും. നമ്മൾ ഫോട്ടോസിലും വീഡിയോസിലൊക്കെ കാണുന്നതിനേക്കാളും ഒരുപാട് വലിപ്പമുണ്ട് കേട്ടോ ഇതിനെ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. ഞാൻ ഇതിൻ്റെ 4-1 പോലും ഇല്ലല്ലോ എന്നാണ് ഞാൻ ഇതിൻ്റെ തൊട്ട് താഴെ നിന്നുകൊണ്ട് ചിന്തിച്ചത്. കാരണം അത്രയ്ക്ക് ഭീമാകാരനായിട്ടുള്ള ഒരു ശില്പം ഗിന്നസ് റെക്കോർഡിലേക്ക് കയറണമെങ്കിൽ അത്രയ്ക്ക് വലിപ്പം വേണമല്ലോ അല്ലേ. ഒരുപാട് നാട്ടുകാരും വിദേശീയരും എല്ലാം വന്ന് കാണുന്നുണ്ട് കേട്ടോ ഇവിടെ. എൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള വ്യൂ ഇതാണ് കേട്ടോ. ഇത് മസ്റ്റായിട്ടും കണ്ടിരിക്കണം. 1 വേ കേബിൾ കാർ ടിക്കറ്റ് ഇവിടെ നിന്ന് കിട്ടും കേട്ടോ. അപ്പോഴേ അതിന് ഇതിലേ കയറി ഇങ്ങനെ വന്ന് വേണം ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് ജടായുപ്പാറയിലെ രാമക്ഷേത്രം. കാണാൻ നേപ്പാളിലെ ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധമുള്ളത് പോലെ തോന്നുമെങ്കിലും ഇത് ശരിക്കും അങ്ങനെയുള്ള ഒന്നല്ല. ഈ കാണുന്ന മനോഹരമായ കെട്ടിടമാണ് ഇവിടുത്തെ ടോയ്ലറ്റ്. എൻട്രൻസ് ഫീസായിട്ട് വലിയൊരു തുക വാങ്ങിക്കുന്നതുകൊണ്ട് തന്നെ ഇവിടുത്തെ ടോയ്ലറ്റും വൃത്തി കാണും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇവിടുത്തെ മറ്റൊരു ആകർഷണമാണ് 8D ക്വാളിറ്റിയിലുള്ള തിയേറ്റർ. ഇത് മാത്രമല്ല, വരുന്നവർക്ക് അത്യാവശ്യം ചായ കുടിക്കാൻ വേണ്ടി ഒരു ചായക്കടയുണ്ട്. കാറ്റ് ഇടിമിന്നലും ഒക്കെ ആണെങ്കിൽ കേബിൾ കാർ റൈഡ് അവർ കുറച്ചു നേരം സ്റ്റോപ്പ് ചെയ്തിരിക്കും കേട്ടോ. അതൊന്ന് മാറുന്നവരായിരിക്കും. കാരണം അത് ബുദ്ധിമുട്ടാണ്, അപകടമൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. കാറ്റ് ഇടിമിന്നലൊക്കെ ഉണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്യും. ഞാൻ ഒരു ഐഡിയ പറഞ്ഞു തരാമേ. ഒരു സൈഡ് ഇങ്ങോട്ട് നടന്നു വരണം,
തിരിച്ചങ്ങോട്ട് കേബിൾ കാറിൽ പോകണം. അങ്ങനെയാണെങ്കിൽ കറക്റ്റ് 1000 രൂപയാവും. 100 രൂപ നമുക്ക് ലാഭിക്കാം. പക്ഷേ ഒരു ട്വിസ്റ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ടിക്കറ്റ് കിട്ടുമോ ഇല്ലെന്നുള്ളത് ഡൗട്ടാണ്. കാരണം നമ്മളിപ്പോൾ പോയപ്പോഴത്തേക്ക് ടിക്കറ്റ് ഇല്ലെന്ന് പറഞ്ഞ് വൺ സൈഡ് പോകാൻ വേണ്ടി 180 രൂപയാണ് ആവണം. അപ്പം ടിക്കറ്റ് ഇല്ലെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ സൈഡിൽ വന്നിരിക്കുകയാണ്. അത് പോയിട്ട് കാറ്റും ഉണ്ട്, അതുകൊണ്ട് എല്ലാവരെയും വെയിറ്റ് ചെയ്യിപ്പിച്ചിരിക്കുകയാണ്. ടിക്കറ്റ് എടുത്തവരും ഇതിനകത്ത് ഇരിപ്പുണ്ട്, ഞങ്ങളും ഇവിടെ ഇരിപ്പുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ ജഡായു പാറയുടെ മേളിൽ കയറി ജഡായുവിൻ്റെ ശില്പം കണ്ട് തിരിച്ചു പോകണം കേട്ടോ. കേബിൾ കാറിൽ കയറാൻ പറ്റുമെന്ന് നോക്കിയപ്പോഴത്തേക്ക് താൽക്കാലികമായി 1 വേ ടിക്കറ്റ് നിരോധിച്ചിരിക്കുന്നു, അതായത് നിർത്തലാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞേട്ടാ. പക്ഷേ അതായിരുന്നെങ്കിൽ ലാഭമായിരുന്നു. 180 രൂപയുള്ളൂ ഒരാൾക്ക് വൺ സൈഡ്. തിരിച്ച് ഇങ്ങോട്ട് നടന്നു വന്നിട്ട് തിരിച്ചങ്ങോട്ട് കേബിൾ കാറിൽ പോകാമെന്നുള്ള പ്ലാനായിരുന്നു. അത് തേഞ്ഞു. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം.